നമ്മളെല്ലാ ആളുകളും ഇപ്പോൾ ന്യൂസിലാൻഡിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ വന്നിരിക്കുന്ന ആളുകൾ എല്ലാ ആളുകളും ലക്ഷ്യമുണ്ടായിരുന്ന ആളുകളാണ്. അവർക്ക് ആ ലക്ഷ്യം നേടിയിട്ടുള്ള ആളുകളാണ്. അവർക്ക് ഗോൾ ഉണ്ടായിരുന്ന ആളുകളാണ്. ഗോളും നേടിയിട്ടുള്ള ആളുകളാണ്. ന്യൂസിലാൻഡിലൊക്കെ വന്നിട്ട് 2-3 വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളാണോ? നിങ്ങൾ എന്താണ് വാടകയ്ക്ക് താമസിക്കാൻ കാരണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് സ്വന്തമായ ഒരു വീടെന്ന ഒരു ലക്ഷ്യമില്ല എന്നുള്ളത് തന്നെയാണ് അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വപ്നമില്ല എന്നുള്ളത് തന്നെയാണ് അല്ലേ? നിങ്ങൾക്ക് ആ ഒരു ഗോളില്ല എന്നുള്ളത് തന്നെയാണ് അല്ലേ? ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകൾക്ക് ആദ്യം വേണ്ടത് ലക്ഷ്യം എന്താണ്? സ്വന്തമായിട്ടൊരു വീടെന്നൊരു ലക്ഷ്യമാണ് വേണ്ടത്. ആ ലക്ഷ്യമുണ്ടായ കാര്യമുണ്ടോ? അതെങ്ങനെ നേടിയെടുക്കാം എന്നുള്ള ആ ഒരു ഗോളില്ലേ? അതിലേക്ക് വേണ്ട കാര്യങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോഴും സാധാരണ നമ്മൾ ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ ഓരോ ഗോൾ അടിക്കുമ്പോൾ നമ്മൾ വിജയം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു കളി എന്ന പോലെ തന്നെയാണല്ലേ? നമുക്കൊരു ലക്ഷ്യമുണ്ടാവണം. ആ ലക്ഷ്യമാണ് വീട് എന്നുള്ളതൊപ്പം തന്നെ ആ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ നമുക്ക് ആ ലക്ഷ്യം നേടിയെടുക്കാം, അതിനു വേണ്ട ഗോളുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ അറിയേണ്ടത്. ലക്ഷ്യം മാത്രം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, സ്വപ്നം മാത്രം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ഗോൾ എന്താണെന്ന് അറിയണം, ഗോൾ എങ്ങനെ അടിക്കാമെന്നറിയണം. അതിനെന്താ ചെയ്യണ്ടേ? നമ്മളിപ്പം 2025 മാർച്ച് മാസം ആയില്ലേ? മാർച്ച് മാസം ഏകദേശമൊക്കെ തീർന്നു. ഇപ്പം നിങ്ങൾ ഓസ്ട്രേലിയയിലോ ന്യൂസിലാൻഡിലോ ഒക്കെ താമസിക്കുന്ന ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു വീട് മേടിക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. നിങ്ങൾ അതിനുള്ള ഇൻകം ഇവിടെ ഏൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു വർഷം ഹസ്ബൻഡ് ആൻഡ് വൈഫ് കൂടി സാധാരണ ഒരു ജോലിയൊക്കെ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ, ഒരു നേഴ്സോ അല്ലെങ്കിൽ എന്തൊക്കെയാണെങ്കിലും, അവർക്ക് ഡെഫിനറ്റ്ലി ഒരു വീട് മേടിച്ചിട്ട് അതിന് നമ്മൾ മോർഗേജ് അടച്ച് പോകാനുള്ള ഒരു കപ്പാസിറ്റി കേപ്പബിലിറ്റി ഉണ്ട്. അതിനുള്ള ഇൻകം ഈ 2 രാജ്യത്തുള്ള ആളുകൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ എന്താണ്, അതിലേക്കുള്ള ലക്ഷ്യമില്ലായ്മയാണ് അല്ലേ? ആ ലക്ഷ്യം മാത്രം പോരാ, ആ ഗോൾ എങ്ങനെ നേടാമെന്നുള്ള ചിന്ത നമുക്കില്ല. അതിനുള്ള ഓരോ സ്റ്റെപ്പുകളും നമ്മൾ വെക്കുന്നില്ല. ആ സ്റ്റെപ്പ് എങ്ങനെയാ, എന്താ വേണ്ടത്? നമ്മൾ ഒരു വീടിനെ കുറിച്ച് ഓർക്കുമ്പോൾ വലിയ വീടുകൾ വേണം, നമുക്ക് ഇന്ന സൗകര്യങ്ങൾ വേണം, അതൊക്കെ നമ്മുടെ സ്വപ്നമാണ് അല്ലേ? ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ എന്താണ് വേണ്ടത്? ലക്ഷ്യം എന്താണ് വേണ്ടത്? നമുക്ക് ഒരു വീട് ഇത്ര നാളിനുള്ളിൽ എനിക്ക് വേണം, എൻ്റെ സ്വന്തമായിട്ടുള്ളൊരു വീട് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതാണ് ലക്ഷ്യം. അതിനുവേണ്ട അതിനെക്കുറിച്ചുള്ള നമുക്ക് അറിവാണ്. എത്ര വേണം, ഇപ്പോൾ 1 മില്യന് താഴെയുള്ള വീടുകൾ വേണം, 800K അല്ലെങ്കിൽ 600K എനിക്ക് എത്രമാത്രം എമൗണ്ട് ഏൺ ചെയ്തിട്ട് അത് ലോണിലേക്ക് അടച്ച് എത്ര നാളിനുള്ളിൽ തീർക്കാൻ പറ്റും? 30 വർഷം കൊണ്ടാണോ ഞാൻ ഈ ലോൺ അടച്ച് തീർക്കേണ്ടത്? അതോ 5 വർഷം കൊണ്ട് ഒരു വീട് മേടിച്ചിട്ട് അതെനിക്ക് സ്വന്തമാക്കി തീർക്കാൻ പറ്റും? അതിനുള്ള കൃത്യമായ ഒരു ലക്ഷ്യവും കാൽക്കുലേഷനും നമുക്ക് വേണം അല്ലേ? ആ ഓരോ കാൽക്കുലേഷനിലും എന്തൊക്കെ ചെയ്യണം? ഇപ്പോൾ 2025 ഡിസംബർ 31 ഇപ്പോൾ 700K ഒരു വീടാണ് നമ്മൾ ലക്ഷ്യം കാണുന്നത് എങ്കിൽ അതിൻ്റെ 10% ഡെപ്പോസിറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്ന എന്ന ഗോളാണ് നമുക്ക് അടുത്ത് വേണ്ടത്. ആ ഒരു ഗോളിലേക്ക് ഓരോ ദിവസവും എങ്ങനെ ഗോൾ അടിക്കാം, അതിലേക്ക് എങ്ങനെ ഇപ്പോൾ ഒരു $35,000 അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ഡോളറാണ് നമ്മൾ ഫസ്റ്റ് ഡെപ്പോസിറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓരോ ദിവസവും അതിലേക്ക് എങ്ങനെ ഗോൾ അടിക്കാം അല്ലേ? കുറച്ച് ഡെപ്പോസിറ്റുകൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള അതാണ് നമ്മുടെ ഗോള്. ആ ഗോള് നമ്മൾ എല്ലാ ദിവസവും അടിക്കുവാൻ റെഡി ആവണം. ഡിസംബർ 31, 2025 $35,000 അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ഡോളർ എൻ്റെ അക്കൗണ്ടിൽ വീടെന്ന ലക്ഷ്യത്തിലേക്ക്, വീടെന്ന സ്വപ്നത്തിലേക്ക് ഞാൻ സേവ് ചെയ്തിരിക്കും എന്ന ആ ലക്ഷ്യത്തിൻ്റെ ഒപ്പം തന്നെ ആ ഗോളും ഓരോ ദിവസവും നമ്മൾ $100 അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ഡോളർ മാറ്റി വെച്ചാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കൂടി ആ ഒരു $35,000 അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ഡോളർ ആകുമെന്ന ആ ഗോള് നമ്മൾ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. പെർ ഡേ എന്താ ചെയ്യേണ്ടേ? നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് കിട്ടുന്ന ഇൻകത്തിൽ നിന്നും ഡെഫിനറ്റ്ലി നമ്മൾ ഗോൾ അടിക്കണം. ഈ $35,000 അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ഡോളറിലേക്കുള്ള $100 ഒരു ദിവസം നമ്മൾ അടിച്ചു. അത് ഒരു ദിവസം സേവ് ചെയ്താൽ അന്നത്തെ ഗോളായി. ഈ അറിയാതെ ദിവസങ്ങൾ മുമ്പോട്ട് പോകും ഡെഫിനറ്റ്ലി. ഇപ്പോൾ 2025 തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ മാർച്ച് പകുതി കഴിഞ്ഞു. ഇത്രയും ദിവസം കഴിഞ്ഞു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ 3 വർഷമായിട്ട് ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലൊക്കെ താമസിക്കുന്ന ആളുകൾ നിങ്ങൾ എത്ര രൂപ ഏൺ ചെയ്തു? നിങ്ങളുടെ ജസ്റ്റ് ബാലൻസ് ഒന്ന് എടുത്ത് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. അപ്പോൾ ഇത്ര ഇൻകം കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്കിൽ, ആ ലക്ഷ്യം നേടാനുള്ള ഗോള്
സെറ്റ് ചെയ്ത ഗോൾ അടിക്കാനുള്ള ആ ഒരു കേപ്പബിലിറ്റി ഇല്ലായ്മ തന്നെയാണ് നമ്മുടെ വിഷയം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഗോൾ സെറ്റ് ചെയ്യുക. പെർ ഡേ $100 ഞാനിത് ചെയ്തതാണ്, കഴിഞ്ഞ വർഷം ചെയ്ത കാര്യമാണ്. ഞാനും എൻ്റെ വൈഫും കൂടി ഏകദേശം $35,000 മാറ്റിവെച്ചു. ഞങ്ങളുടെ കഴിഞ്ഞ വർഷം മേടിച്ച വീട്ടിലേക്ക് എമൗണ്ടിലേക്ക് ഞങ്ങൾ പ്രിൻസിപ്പൽ എമൗണ്ടായിട്ട് അടച്ചു. ഡെഫിനറ്റ്ലി സാധാരണ ഒരു ജോലി ചെയ്യുന്ന ആളുകൾക്ക്, ഒരു നേഴ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ജോലി ചെയ്യുന്ന ഓസ്ട്രേലിയൻ ന്യൂസിലൻഡിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്ക് ഡെഫിനറ്റ്ലി സാധിക്കുന്ന കാര്യമാണിത്. $100 ഹസ്ബൻഡ് ആൻഡ് വൈഫ് കൂടി മാറ്റിവെക്കാൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് ആ ഗോളില്ല, നിങ്ങൾക്ക് ആ ഡ്രീമുണ്ട്, ലക്ഷ്യവുമുണ്ട്. പക്ഷേ ഗോൾ എങ്ങനെ അടിക്കണം, പെർ ഡേ എങ്ങനെ ഗോൾ അടിച്ച് അതിലേക്ക് ഓരോ ഗോളുകൾ അടിച്ച് എങ്ങനെ വിൻ ചെയ്യാമെന്ന ആ ഒരു ഹാബിറ്റ് ഇല്ല, സ്കില്ലില്ലായ്മ തന്നെയാണ് നിങ്ങളെ ഇപ്പോഴും ഇവിടെ റെന്റിന് കിടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ ഒരു ഗോളിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഞങ്ങൾ ചെയ്തതാണ്, നമുക്ക് മുന്നേറാം. വീടെന്ന ആ സ്വപ്നത്തിലേക്ക്, ആ ലക്ഷ്യത്തിലേക്ക്, ആ ഗോള് അച്ചീവ് ചെയ്യാനുള്ള ഗോൾ അടിച്ചുകൊണ്ട് എല്ലാ ദിവസവും അത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ കൺഗ്രാജുലേഷൻസ് ഓൾ.